ഹായ് എവരിവൺ, വെൽക്കം ടു AV സിവിൽ സർവീസ് അക്കാഡമി. AV സിവിൽ സർവീസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലായ പ്രിയ സിവിൽ സ്റ്റഡി സർക്കിളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ UPC കഴിഞ്ഞ 10 വർഷങ്ങളിലായിട്ട് പ്രിലിംസിന് ചോദിച്ചുകൊണ്ടിരുന്ന എക്കണോമിക്സിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വീഡിയോ സീരീസിൽ നമ്മൾ 2017 വരെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ 2018 UPCയുടെ പ്രിലിമിനറി പരീക്ഷയും എക്കണോമിക്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ അക്കാഡമിയിൽ ഈ സമയത്ത് ക്ലാസ്സുകൾ പാരലായിട്ട് റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിലും സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ ടൈമിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് നമ്മൾ ലൈവായിട്ടും റെക്കോർഡഡ് ആയിട്ടും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് അത് കിട്ടും. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ അക്കാഡമിയിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. റൈറ്റ്, അപ്പം നമ്മൾ 2018 ക്വസ്റ്റ്യൻസ് ആണ് ഇനി നോക്കാനായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2018 UPC ഏകദേശം 19-20ഓളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ 2 ദിവസങ്ങളായിട്ട് അത് കവർ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്, 2 വീഡിയോയിലായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പാർട്ട് 1 അതിന്റെ പകുതിയോളം ക്വസ്റ്റ്യൻസ് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ ടേം മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് സംടൈംസ് ഇൻ ന്യൂസ്? ഇത് 2018 ക്വസ്റ്റ്യനിൽ ചോദിച്ചപ്പോൾ 17-16 കാലഘട്ടങ്ങളിൽ ഇത് കറണ്ട് അഫയേഴ്സ് ആയിട്ട് ന്യൂസിലുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്ന ഈ ടൈമിനെ കുറിച്ച് 2018 പരീക്ഷയിൽ ചോദിക്കാനായിട്ട് കാര്യം. ഓക്കെ, അപ്പോൾ ഈ MDR എന്ന് പറയുന്ന സംഗതിയുടെ ആ ടീമിന്റെ ഒരു ഡെഫിനേഷനാണ് ഈ ചോദ്യത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ MDR എന്ന് പറയുന്നത് എന്താണെന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത്. ദ ഇൻസെന്റീവ് ഗിവൺ ബൈ എ ബാങ്ക് ടു എ മെർച്ചന്റ് ഫോർ അക്സെപ്റ്റിംഗ് പേയ്മെന്റ്സ് ത്രൂ ഡെബിറ്റ് കാർഡ്സ് പെർട്ടൈനിങ് ടു ദാറ്റ് ബാങ്ക്. അങ്ങനെയാണോ? ഒരു ഇൻസെന്റീവ് ആണെന്നാണ് പറയുന്നത്. ഇൻസെന്റീവ് ആണോ? ആക്ച്വലി മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഒക്കെ ഉപയോഗിച്ച് പേയ്മെന്റ് നടത്തുമ്പോൾ ഒരു മെർച്ചന്റിന്റെ കയ്യിൽ നിന്ന് ഈടാക്കപ്പെടുന്ന ഒരു റേറ്റിനാണ് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഒരു ഫീസ്, അങ്ങനെ പറയാം, ഒരു ഫീസാണിത്. അപ്പൊ ഈ ഫീസ് ആരാണ് ഈടാക്കുന്നത്? അത് ഇദ്ദേഹത്തിന്റെ, ഈ ഷോപ്പ് ഓണറുടെ ബാങ്കിന് ഒരു ഷെയർ പോകും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, അതിന്റെ കമ്പനി, ഇപ്പം വിസ കാർഡ് അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് ആയിരിക്കും, ആ കമ്പനിക്ക് ഒരു ഷെയർ ഉണ്ട്. റൈറ്റ്. പിന്നെ ഈ പേ ചെയ്യുന്ന ആളുടെ ബാങ്ക്, ആ ബാങ്കിനും ഒരു ഷെയർ ഉണ്ട്. ഓക്കെ, ഇതിനെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്. ഇത് ആരുടെ കയ്യിൽ നിന്നാണ് ഈടാക്കപ്പെടുന്ന? ആരുടെ നിന്നാണ്? ഈ ഷോപ്പ് ഓണറുടെ കയ്യിൽ നിന്ന്, അതായത് മെർച്ചന്റിന്റെ കയ്യിൽ നിന്നാണ് ഈടാക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളൊരു പേയ്മെന്റ് നടത്തിയിട്ട് ബില്ല് അടയ്ക്കുമ്പോഴത്തേനും എന്താണ്, ആ ബിൽ എമൗണ്ട് മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, കാരണം എന്താ, നമ്മളല്ല ഇത് പേ ചെയ്യുന്നത്. ഇത് നമ്മൾ അടച്ച എമൗണ്ട് ഈ മെർച്ചന്റിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നത് ഈ MDR എന്ന് പറയുന്നത് ഡിഡക്ട് ചെയ്തിട്ടാണ്. ഓക്കെ, ഡിഡക്ട് ചെയ്യപ്പെടുന്നുണ്ടെന്ന് നമ്മൾ അറിയാത്തത്, ഒരു കസ്റ്റമർ അറിയാത്തത്, അത് പേ ചെയ്യുന്നത് ഈ മെർച്ചന്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഷോപ്പ് ഓണറിൽ നിന്ന് ഈ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെന്റ് നടത്തുന്ന സർവീസിന് വേണ്ടിയിട്ട് ബാങ്കുകൾ ഈടാക്കുന്ന ഒരു എന്താണ് സർവീസ് ചാർജ് അല്ലെങ്കിൽ ഫീസ് ആണ് എന്തെന്ന് പറയുന്നത്, ഈ മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണോ? ദി ഇൻസെന്റീവ് ഗിവൺ ബൈ എ ബാങ്ക് ടു മെർച്ചന്റ് ഫോർ അക്സെപ്റ്റിംഗ് പേയ്മെന്റ്സ് ത്രൂ ഡെബിറ്റ് കാർഡ്സ് പെർട്ടൈനിങ് ടു ദാറ്റ് ബാങ്ക്. അങ്ങനെയാണോ? ഇൻസെന്റീവ് ആണോ? ഇൻസെന്റീവ് അല്ല, ഇതൊരു ഫീസ് അല്ലെങ്കിൽ ചാർജ് ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ ബി, ദ എമൗണ്ട് പെയ്ഡ് ബാക്ക് ബൈ ബാങ്ക്സ്. പെയ്ഡ് ബാക്ക്, ഇവിടെ എന്തെങ്കിലും പേ ബാക്ക് നടക്കുന്നുണ്ടോ? ഒന്നും പേ ബാക്ക് ചെയ്യുന്നില്ല. അങ്ങനെ വായിച്ചേക്കാം. ദ എമൗണ്ട് പെയ്ഡ് ബാക്ക് ബൈ ബാങ്ക്സ് ടു ദെയർ കസ്റ്റമേഴ്സ് വെൻ ദേ യൂസ് ഡെബിറ്റ് കാർഡ്സ് ഫോർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഫോർ പർച്ചേസിംഗ് ഗുഡ്സ് ഓർ സർവീസസ്. അതായത് നമ്മൾ ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ ബാങ്കുകൾ തിരിച്ചു നൽകുന്ന ഒരു ഡിസ്കൗണ്ട് എന്ന രീതിയിലാണ് ഈ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്നൊക്കെ പറഞ്ഞ ഈ ഒരു ഡിസ്കൗണ്ട് എന്നൊക്കെ ഉള്ള ഒരു വാക്ക് വന്നതുകൊണ്ടാണ് ഈ ഓപ്ഷൻ വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു പേ ബാക്ക് നടക്കുന്നില്ല, അതുകൊണ്ട് ഓപ്ഷൻ ബിയും തെറ്റാണ്. ഓപ്ഷൻ സി, ദ ചാർജ് ടു മെർച്ചന്റ് ബൈ എ ബാങ്ക് ഫോർ അക്സെപ്റ്റിംഗ് പേയ്മെന്റ്സ് ഫ്രം ഹിസ് കസ്റ്റമേഴ്സ് ത്രൂ ദ ബാങ്ക്സ് ഡെബിറ്റ് കാർഡ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഡെഫിനേഷൻ. അപ്പൊ ഈ ഓപ്ഷൻ ശരിയാണ്. ദ ചാർജ് ടു എ മെർച്ചന്റിന്റെ മേൽ ചാർജ് ചെയ്യപ്പെടുന്നു. മെർച്ചന്റിന്റെ മേലാണ് ചാർജ് ചെയ്യപ്പെടുന്നത്. ആരാണ് ചാർജ് ചെയ്യുന്നത്? ബൈ ദ ബാങ്ക്.
എന്തിനാണ്? ഫോർ അക്സെപ്റ്റിംഗ് പേയ്മെന്റ്സ് ഫ്രം ഹിസ് കസ്റ്റമേഴ്സ് ത്രൂ ദ ബാങ്ക്സ് ഡെബിറ്റ് കാർഡ്. ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വഴി പേയ്മെന്റ് നടത്തുന്നത്, ആ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെർച്ചന്റിന്റെ കയ്യിൽ നിന്ന് ബാങ്ക് ഈടാക്കുന്നത് ചാർജിനാണ് എന്തെന്ന് പറയുന്നത്? MDR അല്ലെങ്കിൽ മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ശരിയാണ്. ഓക്കെ, നാലാമത്തെ ഓപ്ഷൻ കൂടെ ഇനി നോക്കിയേക്കാം. ദ ഇൻസെന്റീവ്. ഓക്കെ, വായിക്കുമ്പോൾ തന്നെ മനസ്സിലായി ഇൻസെന്റീവിനെ കുറിച്ച് പറയുന്നത്. ഇൻസെന്റീവ് എന്ന് പറയുന്ന വാക്ക് ഇവിടെ ചേരത്തില്ല. നമുക്കിവിടെ ഫീസ് അല്ലെങ്കിൽ ഒരു ചാർജ് ആണ്, മെർച്ചന്റിന്റെ ഈടാക്കുന്ന ഒരു ഫീസാണിത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡിയും തെറ്റാണ്. ഇൻസെന്റീവ് ഗിവൺ ബൈ ദ ഗവൺമെന്റ്. ഓക്കെ, ഗവൺമെന്റ് നൽകുന്ന ഇൻസെന്റീവ് എന്തിനു വേണ്ടിയിട്ട്? ഡിജിറ്റൽ പേയ്മെന്റ് ഫോർ പ്രൊമോട്ടിംഗ് ഡിജിറ്റൽ പേയ്മെന്റ്സ് ബൈ ദർ കസ്റ്റമേഴ്സ് ത്രൂ പോയിന്റ് ഓഫ് സെയിൽ മെഷീൻസ് ആൻഡ് ഡെബിറ്റ് കാർഡ്സ്. ഓക്കെ, ഡിജിറ്റൽ പേയ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് നൽകുന്ന ഇൻസെന്റീവ് ആണ് ഈ MDR എന്നാണ് ഓപ്ഷൻ ഡി പറയുന്നത്. അത് തെറ്റാണ്. ഓക്കെ, ശരിക്കും ആക്ച്വലി MDR എന്താണ്? അത് ബാങ്കുകൾ ഇങ്ങനെയുള്ള ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഒരു മെർച്ചന്റിന്റെ അടുത്ത് നമ്മൾ പേയ്മെന്റ് നടത്തി കഴിയുമ്പോൾ ആ പേയ്മെന്റിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കുകൾ മെർച്ചന്റിന്റെ നിന്ന് ഈടാക്കുന്ന ഫീസിനാണ് നമ്മൾ MDR എന്ന് പറയുന്നത്. അത് അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു ഡിജിറ്റൽ പേയ്മെന്റ്സ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, BMAP allows the user to transfer money to anyone with a UPI enabled bank account. BMAP എന്ന് പറയുന്നത് UPI enabled ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ തമ്മിൽ എന്താണ് മണി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്നു എന്നാണ്, എനേബിൾ ചെയ്യുന്നു എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ശരിയാണോ? വളരെ ശരിയാണ്. ഈ സ്റ്റേറ്റ്മെന്റ് വളരെ ഈസി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പം എന്താണ് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഒക്കെ പോലെ ഉള്ള ഒരു എന്താണ് UPI ആപ്പാണ് ഭീം എന്ന് പറയുന്നത്. ഓക്കെ, അത് NBC ആണ്, അത് ഗവൺമെന്റ് ബാക്കിംഗ് ഉണ്ട്. NBC ആണ് അത് ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഗൂഗിൾ പേയിലൊക്കെ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ഭീമും ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് യൂഷ്വലി എല്ലാവർക്കും അറിയാമായിരിക്കും. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, വൈൽ ചിപ്പ് ഇൻ ഡെബിറ്റ് കാർഡ് ഹാസ് 4 factors of authentication, BMAP has only 2 factors of authentication. എന്താണ് ചിപ്പ് പിൻ ഡെബിറ്റ് കാർഡ്? അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധാരണ ഡെബിറ്റ് കാർഡ് എന്ന് ഉദ്ദേശിച്ചാൽ മതി. ഓക്കെ, ഇത് നമുക്ക് ക്വസ്റ്റ്യൻ കുറെ കൂടെ UPC ആണല്ലോ, സിവിൽ സർവീസ് ആണല്ലോ എക്സാം. അതുകൊണ്ട് ക്വസ്റ്റ്യൻ മാക്സിമം ഒന്ന് കോംപ്ലിക്കേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചിപ്പ് പിൻ ഡെബിറ്റ് കാർഡ് എന്നൊക്കെ തന്നിരിക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധാരണ ഡെബിറ്റ് കാർഡ് തന്നെ. ഓക്കെ, അങ്ങനെയുള്ള ഡെബിറ്റ് കാർഡിന് 4 factors of authentication ഉണ്ട്. പക്ഷെ BMAPന് 2 factors of authentication ഉള്ളൂ എന്നാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി എത്ര ഫാക്ടേഴ്സ് ഓഫ് ഒതന്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ് ആ പേയ്മെന്റ് നടത്തുന്നത് അല്ലെങ്കിൽ ആ പേയ്മെന്റ് സർവീസ് ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പാക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒതന്റിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഫ്രോഡ് എന്താണ്, അങ്ങനെ ഒരു ഫ്രോഡ് സംഭവം നടക്കുന്നില്ല. ഓക്കെ, ഫ്രോഡുലൻസ് തടയാൻ വേണ്ടിയിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ആ പേയ്മെന്റ് സർവീസ് കൈകാര്യം ചെയ്യുന്നത്. അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്, ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഒതന്റിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്നത്. ഒതന്റിക്കേഷൻ എങ്ങനെയാണ് നടത്തുന്നത്? പ്രധാനമായിട്ടും 3 തരത്തിലാണ് ഒതന്റിക്കേഷൻ നടത്തുന്നത്. ഓക്കെ, ഒന്നാമത്തെ സംതിങ് UR എന്ന് പറയുന്നത്. അതായത് ഇപ്പം UR എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ബയോമെട്രിക് ഒക്കെ, നമ്മുടെ റെറ്റിന സ്കാൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് എടുക്കുന്നു, അങ്ങനെ ബയോമെട്രിക് സംവിധാനങ്ങൾ വഴി ഒതന്റിക്കേഷൻ നടത്താം. ഓക്കെ, അതിനാണ് നമ്മൾ സംതിങ് UR എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തേത് സംതിങ് യു നോ, അതായത് നമുക്ക് അറിയാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വെച്ച് നമുക്ക് ഒതന്റിക്കേഷൻ നടത്താം. എന്തൊക്കെയാണ്? അപ്പോൾ നമ്മുടെ ഒരു ATMന്റെ പിൻ നമ്പർ, ഫോർ എക്സാമ്പിൾ നമ്മുടെ പിൻ നമ്പർ, അല്ലെങ്കിൽ ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കില്ലേ അക്കൗണ്ടിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ നമുക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് നമ്മളാണ് ഓതറൈസ്ഡ് ആണെന്ന് നമുക്ക് ഒതന്റിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം നെറ്റ് ബാങ്കിങ്ങിന്റെ ഒക്കെ പാസ്വേഡുകൾ, അങ്ങനെ നമുക്ക് മാത്രം സംതിങ് വി നോ, അതായത് നമുക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് ഒതന്റിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തേത് സംതിങ് യു നോ, അതായത് നമുക്ക് മാത്രം അറിയുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് ഒതന്റിക്കേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തേത് സംതിങ് വി ഹാവ്. ഓക്കെ, അതായത് നമുക്ക് മാത്രം കൈവശം വെക്കാൻ അനുവാദമുള്ള എന്തെങ്കിലും സംഗതികൾ വെച്ചിട്ട് നമുക്ക് ഒതന്റിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മുടെ ഫോൺ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ
ഭീം ആപ്പ് അല്ലെങ്കിൽ എന്താണ് ഗൂഗിൾ പേ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള മൊബൈൽ ഡിവൈസുകൾ കൈകാര്യം ചെയ്യാനായിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആരാണ്? അത് നമ്മൾ തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്ക് മാത്രം കൈകാര്യം ചെയ്യാനായിട്ട് അനുവാദമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒതന്റിക്കേഷൻ നടത്തുന്നതാണ് നമ്മൾ സംതിങ് വി ഹാവ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഉദാഹരണമാണ് നമ്മുടെ മൊബൈൽ ഡിവൈസുകൾ. ഓക്കെ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഡിവൈസുകൾ കൈകാര്യം ചെയ്യേണ്ടത് ആരാണ്? അത് നമ്മൾ തന്നെയാണ്, സംതിങ് വി ഹാവ്. അത് നമുക്ക് മാത്രമേ അത് കൈകാര്യം ചെയ്യാനായിട്ട് അനുവാദമുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ATM കാർഡുകൾ അത് കൈകാര്യം ചെയ്യാനായിട്ട് ആർക്കാണ് അധികാരം? അത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഓതറൈസ്ഡ് പേഴ്സൺ നമ്മൾ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഒരാൾ ഒരു കാർഡുമായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ കാർഡ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, സംതിങ് ദേ ഹാവ്, സംതിങ് ഹി ഹാവ് എന്ന് പറയുന്നത് കൂടെ തന്നെ അദ്ദേഹം ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പൊ ഈ 3 രീതിയിലാണ് സാധാരണഗതിയിലും ഈ പേയ്മെന്റിന്റെ ഒതന്റിക്കേഷൻ നടത്തുന്നത്. ഈ ഫാക്ടേഴ്സ് ഓഫ് ഒതന്റിക്കേഷൻ എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഭീം ആപ്പിൽ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയുന്നത് നമ്മുടെ ചിപ്പ് പിൻ ഡെബിറ്റ് കാർഡ്, അതായത് സാധാരണ നമ്മുടെ ഡെബിറ്റ് കാർഡിൽ 4 ഫാക്ടേഴ്സ് ഓഫ് ഒതന്റിക്കേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണോ? UR, അതായത് നമ്മുടെ ബയോമെട്രിക് സംവിധാനങ്ങളൊക്കെ റെറ്റിന വല്ലോ സ്കാൻ ചെയ്യുന്നുണ്ടോ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ? ഇല്ല. അപ്പോൾ ഒന്നാമത്തെ ഒതന്റിക്കേഷൻ പോയി. രണ്ടാമത്തേത് യുനോ, അതായത് പിൻ നമ്പർ. ഓക്കെ, പിൻ നമ്പർ ഡെബിറ്റ് കാർഡിൽ ഉപയോഗിക്കുന്നുണ്ടോ ഒതന്റിക്കേഷന് വേണ്ടിയിട്ട്? തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഒതന്റിക്കേഷൻ ഫാക്ടർ ഇതിൻ്റെ അകത്തുണ്ട്. അതായത് ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ഒതന്റിക്കേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തേത് യു ഹാവ്, അതായത് ATM ഈ ചിപ്പ് പിൻ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ സാധാരണ ഡെബിറ്റ് കാർഡ് നമ്മുടെ കയ്യിലുണ്ട്, യു ഹാവ് എന്ന് പറയുന്നത് ഈ ഒതന്റിക്കേഷൻ അവിടെ ഉപയോഗിക്കുന്നത്. കാരണം കാർഡ് ഇരിക്കുന്നത് നമ്മുടെ കയ്യിൽ തന്നെയാണ്. ഓക്കെ, അങ്ങനെ ഈ ഡെബിറ്റ് കാർഡിന് ഈ 2 ഒതന്റിക്കേഷൻ മെത്തേഡ് മാത്രമേ, അതായത് 2 ഫാക്ടേഴ്സ് ഓഫ് ഒതന്റിക്കേഷൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോഴത്തേനും ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റായില്ലേ? ഡെബിറ്റ് കാർഡിന് 4 ഫാക്ടേഴ്സ് ഓഫ് ഒതന്റിക്കേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞിട്ട്. 4 ഇല്ല, 2 മാത്രമേ ഉള്ളൂ. ഓക്കെ, ഭീം ആപ്പിനും ഏതൊക്കെ ഒതന്റിക്കേഷനാണ് ഉള്ളത്? ഒന്ന് പിൻ നമ്പർ, ഭീം ആപ്പിനും പിൻ നമ്പർ ഉണ്ട്. രണ്ടാമത്തേത് ഈ ഭീം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മൊബൈൽ ഡിവൈസ് അത് നമ്മുടെ കയ്യിലുള്ളത്, വി ഹാവ്. ഓക്കെ, ഈ 2 ഒതന്റിക്കേഷൻ ഫാക്ടേഴ്സ് ആണ് ഭീം ആപ്പിനും ഉള്ളത്. ഓക്കെ, ഭീം ആപ്പിനും 2 ഒതന്റിക്കേഷൻ ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. പക്ഷെ ഇവിടെ ഡെബിറ്റ് കാർഡിന് 4 ഫാക്ടേഴ്സ് ഓഫ് ഒതന്റിക്കേഷൻ ഉണ്ടെന്ന് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നുണ്ട്. ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, റൈറ്റ് ആൻസർ വരുന്നത്, രണ്ടാമത്തെ റൈറ്റ് ആൻസർ വരുന്നത് 1 only, അതായത് ഓപ്ഷൻ A. ഓപ്ഷൻ A ആണ് സെക്കൻഡ് ക്വസ്റ്റിന്റെ ആൻസർ. തേർഡ് വൺ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ലിങ്ക്സ് ഓൾ ദ ATMs ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ATMകൾ എല്ലാം ലിങ്ക് ചെയ്യുന്നത് ഏത് സംവിധാനം ഉപയോഗിച്ചാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ A, ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ. അതാണോ ഇന്ത്യയിലെ ATMകൾ ലിങ്ക് ചെയ്യുന്നത്? അല്ല, ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രിയൽ ബോഡി മാത്രമാണ്. അതായത് ബാങ്കുകളുടെ ഒരു കോമൺ ഇൻഡസ്ട്രികൾ സംരക്ഷിക്കുക, ഗവൺമെന്റിന് വേണ്ടിയിട്ട് പോളിസി അഡ്വക്കേഷൻ നടത്തുക, അങ്ങനെ ഒരു ഇപ്പൊ ഒരേ തൊഴിൽ മേഖലയിലുള്ള ആളുകൾ ഒരു യൂണിയൻ അല്ലെങ്കിൽ അസോസിയേഷൻ ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ മാത്രമേ ഇന്ത്യൻ ബാങ്ക് അസോസിയേഷനെ നമുക്ക് കാണേണ്ടുള്ളൂ. അല്ലാതെ അവർ അതിന്റെ ഒരു ബിസിനസ് മേഖലയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫിനാൻഷ്യൽ മേഖലയിലേക്കൊന്നും അവർ കടക്കുന്നില്ല. അതൊരു ഇൻഡസ്ട്രിയൽ ബോഡി ആയിട്ട് മാത്രമേ നിൽക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം അവർക്ക് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഫിനാൻഷ്യൽ റെഗുലേഷൻ ഒന്നും അവർ നടത്തുന്നില്ല. ഓക്കെ, ATMകൾ ലിങ്ക് ചെയ്യുന്നതൊന്നും ഈ ഇൻഡസ്ട്രി ബോഡി മാത്രമായിട്ടുള്ള ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ അല്ല. രണ്ടാമത്തേത് നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ്, NSDL. NSDL ആണോ? NSDL എന്താ ചെയ്യുന്നത്? അത് NSEയുടെ, അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ആണ്. അപ്പം ഈ BSE അല്ലെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് CDSL ഉള്ളതുപോലെ NSEക്കുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ആണ് NSDL എന്ന് പറയുന്നത്. ഓക്കെ, അവരാണോ ഈ ATMകൾ ലിങ്ക് ചെയ്യുന്നത്? അല്ല, ഇവർ ചെയ്യുന്നത് സെക്യൂരിറ്റി മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. NSEയുടെ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി മാത്രമാണ് ഈ NSDL എന്ന് പറയുന്നത്. ഓക്കെ, അവർക്ക് ATMമായിട്ട് അല്ലെങ്കിൽ ബാങ്കിങ്ങുമായിട്ടൊന്നും ബന്ധമില്ല. നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് NSDL ആണെന്നല്ലാതെ, അതൊക്കെ സൂക്ഷിക്കുന്ന NSDL ആണ്. അതല്ലാതെ ATMോ അല്ലെങ്കിൽ മറ്റ് ബാങ്കിങ് സർവീസുകളായിട്ടൊന്നും NSDL ബന്ധമില്ല. അപ്പോൾ ഓപ്ഷൻ B തെറ്റാണ്. ഓപ്ഷൻ C, നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ NPCI. ഈ ഓപ്ഷൻ ശരിയാണ്. NPC ആണ് നമ്മുടെ എന്താണ് ഇന്ത്യയിലുള്ള ATMകളെ പരസ്പരം ലിങ്ക് ചെയ്യുന്നത്. ഓക്കെ, NPCIക്ക് എന്താണ് നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം വഴിയാണ് ഈ വിവിധ ബാങ്കുകളുടെ ATMകൾ തമ്മിൽ ലിങ്ക് ചെയ്യുന്നത്. ഇപ്പം
ഈ ലിങ്ക് ചെയ്യാന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പം നമ്മൾ ഒരു HDFC ബാങ്കിന്റെ ATM കാർഡ് ഉപയോഗിച്ച് നമുക്ക് വേറെ ഏതെങ്കിലും ബാങ്കിൽ ഇപ്പം SBIയുടെ ATM നിന്ന് നമുക്ക് പണം പിൻവലിക്കാൻ പറ്റുന്നു. അതിനാണ് നമ്മൾ ഇവിടെ ലിങ്ക് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ആ ലിങ്ക് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദ്യം. ആ ലിങ്ക് ചെയ്യുന്നത് NBC അഥവാ നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് ചെയ്യുന്നത്. ഓക്കെ, അവരെങ്ങനെയാണ് ചെയ്യുന്നത്? അവർക്ക് നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച് എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം വഴിയാണ് വിവിധ ബാങ്കുകളുടെ ATMകളെ ഇന്ത്യയിൽ പരസ്പരം ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പം UPI ട്രാൻസാക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ IMBS പോലുള്ള ട്രാൻസാക്ഷൻസ് ആണെങ്കിലും അതെല്ലാം ലിങ്ക് ചെയ്യുന്നത്, സെറ്റിൽ ചെയ്യാനായിട്ട് ലിങ്ക് ചെയ്യുന്നത് ആരാണ്? ഈ NBCക്കാരാണ്. ഓക്കെ, പക്ഷെ ഇത് ആരാണ് സെറ്റിൽ ചെയ്യുന്ന? ആരാണ് അവസാനം സെറ്റിൽ ചെയ്യുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, വിവിധ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള അക്കൗണ്ട് വഴിയാണ് എൻഡ് ഓഫ് ദ ഡേ ഈ പേയ്മെന്റുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റിൽ ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഈ ലിങ്ക് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ലിങ്ക് ചെയ്തിരിക്കുന്നത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷന്റെ കീഴിലുള്ള നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച് എന്ന് പറയുന്ന സംവിധാനം വഴിയാണ്. ഓക്കെ, NBCI ചെയ്തിരിക്കുന്ന NBCIക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട എന്താണ് ഉദ്ദേശമാണ് നമ്മുടെ UPI ട്രാൻസാക്ഷൻസിനെ ഇതുപോലെ പരസ്പരം ലിങ്ക് ചെയ്യുക. വിവിധ ബാങ്കുകളുടെ അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിക്കുകയും അല്ലെങ്കിൽ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് മണി ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അത് വേറെ വേറെ ബാങ്കുകളുടെ അക്കൗണ്ടുകളാണെങ്കിൽ അതിനെയും പരസ്പരം ലിങ്ക് ചെയ്യുന്ന ആരാണ്? NBCI തന്നെയാണ്. അതുപോലെ തന്നെ IMBS അത് ചെയ്യുന്നതും NBCI ആണ്. ഓക്കെ, അതേസമയം RTGS അല്ലെങ്കിൽ നെഫ്റ്റ് പോലുള്ള സംവിധാനങ്ങൾ ലിങ്ക് ചെയ്യുന്നതും അതിനെ സെറ്റിൽ ചെയ്യുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നേരിട്ടാണ്. ഓക്കെ, ഏത് സംവിധാനമാണെങ്കിലും അതിനെ സെറ്റിൽ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴിയാണ്. പക്ഷെ അതിന് ലിങ്ക് ചെയ്യുന്നത് ഇപ്പം വേറെ ബാങ്കുകളുടെ അക്കൗണ്ടുകളെ പരസ്പരം ലിങ്ക് ചെയ്യുന്നത്, ഇപ്പൊ കസ്റ്റമേഴ്സിന്റെ രണ്ട് ബാങ്കുകളുടെ കസ്റ്റമേഴ്സിന്റെ അക്കൗണ്ടുകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ ആ അക്കൗണ്ടുകളെ ലിങ്ക് ചെയ്യുന്നത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, അവസാനം ഈ ബാങ്കുകൾ തമ്മിൽ സെറ്റിൽമെന്റ് നടത്തുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, ഇവിടുത്തെ ചോദ്യം ATMകളെ ലിങ്ക് ചെയ്യുന്നത് ആരെന്നായിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. അവരുടെ നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച് എന്ന് പറയുന്ന സംവിധാനം വഴി അവർ ATMകളെ ലിങ്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്. ഫോർത്ത് വൺ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ അഥവാ CAR is the amount that banks have to maintain in the form of their own funds to offset any loss that banks incur if the account holders fail to repay dues. അതായത് CAR, ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോയെ കുറിച്ചാണ് ചോദ്യം. ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ ഒരു ഡെഫിനിഷൻ ആണ് തന്നിരിക്കുന്നത്. ഈ ഡെഫിനിഷൻ ശരിയാണെന്നാണ് ചോദ്യം. ഓക്കെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ ഇസ് ദ എമൗണ്ട് ദാറ്റ് ബാങ്ക്സ് ഹാവ് ടു മെയിൻറ്റെയിൻ ഇൻ ദ ഫോം ഓഫ് their own fund. ഓക്കെ, their own fund to offset any loss that banks incur if the account holders fail to repay dues. ഓക്കെ, ആക്ച്വലി CAR അഥവാ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഈ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, ശരിക്കും ഈ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്ന് പറഞ്ഞാൽ ബാങ്കുകളുടെ റിസ്ക് വെയ്റ്റഡ് ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടല്ലോ, അതായത് ബാങ്കുകൾ കൊടുത്തിരിക്കുന്ന ലോണുകൾ അല്ലെങ്കിൽ ബാങ്കുകൾ നടത്തിയിരിക്കുന്ന റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ, ഇവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ബാങ്കുകളുടെ ബാങ്കിങ് ഓപ്പറേഷൻസ് നിന്നു പോകാതെ അവർക്കൊരു കുഷൻ പോലെ, ഒരു ബാക്കപ്പ് പോലെ എന്താണ് ഒരു നിശ്ചിത എമൗണ്ട് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. അവരുടെ ഒരു എന്താണ് ഈ റിസ്ക് വെയ്റ്റഡ് അസറ്റിന്റെ ഒരു നിശ്ചിത എമൗണ്ട് ക്യാപിറ്റൽ അവർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ ടയർ 1 ക്യാപിറ്റൽ അല്ലെങ്കിൽ ടയർ 2 ക്യാപിറ്റൽ നിൽക്കേണ്ടത്. അത് ഇപ്പം ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ക്യാപിറ്റൽ, ഇപ്പം ബാങ്കിന്റെ സ്വന്തം ഇക്വിറ്റി അല്ലെങ്കിൽ ബാങ്കുകൾക്ക് എന്താണ് പെട്ടെന്ന് അതായത് ഒരു ഹിഡൻ റിസോഴ്സ് അല്ലെങ്കിൽ ഇപ്പം ഹിഡൻ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ബാങ്കുകൾ നടത്തിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ബാങ്കുകൾക്ക് മാത്രം അറിയാവുന്ന അല്ലെങ്കിൽ ബാങ്കുകൾക്ക് പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ഇൻവെസ്റ്റ്മെന്റുകൾ, അതൊക്കെയാണ് ടയർ 1 എന്ന് പറയുന്നത്. ബാങ്കുകൾക്ക് പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ക്യാപിറ്റലിനെയാണ് നമ്മൾ പറയുന്നത് ടയർ 1 ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിനേക്കാളും ലെസ് ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ആ ക്യാപിറ്റലിനെ നമ്മൾ ടയർ 2 ക്യാപിറ്റലായിട്ട് കണക്ക് കൊടുക്കും. ഓക്കെ, ഈ ടയർ 1 ആൻഡ് ടയർ 2 ക്യാപിറ്റലുകൾ എന്താണ് റിസ്ക് വെയ്റ്റഡ് അസറ്റിന്റെ ഒരു നിശ്ചിത ശതമാനം വേണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് തീരുമാനിക്കുന്നത് ബേസൽ നോം വഴിയാണ്, ബേസൽ 3 വഴിയാണ്. ബേസൽ 3യിലെ ഒരു എന്താണ് ഇൻസ്ട്രക്ഷൻ ആണ് എന്ത്, നമുക്ക് ഇത്ര ഓരോ രാജ്യത്തെ ബാങ്കുകൾക്ക് ഇത്ര ശതമാനം CAR വേണം എന്നുള്ളത്. ഓക്കെ, അപ്പം അതിനനുസരിച്ച് ക്യാപിറ്റൽ ഇന്ന മേഖലയിൽ, അതായത് ഇപ്പം ടയർ 1 ആൻഡ് ടയർ 2 മേഖലയിൽ
ക്യാപിറ്റൽ നീക്കി വെച്ചിരിക്കണം. ഓക്കെ, അതിനാണ് നമ്മൾ CAR എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് ബേസൽ 3-യിലെ എന്താണ് നിർദ്ദേശമാണെങ്കിലും ഇന്ത്യയിൽ അത് റിസർവ് ബാങ്ക് ബേസൽ 3 പറയുന്നതിനേക്കാളും മുകളിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം ബേസൽ 3-യിൽ 5% പറയുന്നെങ്കിൽ ഇന്ത്യയിൽ ഒരു പക്ഷേ അത് 9% ആക്കി ഉയർത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി CAR ഇസ് അടുത്ത അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് CAR-ന്റെ ഡെഫിനിഷൻ. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരി. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് CAR ഇസ് ഡിസൈഡഡ് ബൈ ഈച്ച് ഇൻഡിവിജ്വൽ ബാങ്ക്. CAR തീരുമാനിക്കുന്ന ഓരോ ഇൻഡിവിജ്വൽ ബാങ്ക് ആണോ? അല്ല, അത് ബേസൽ 3-യിൽ പറഞ്ഞിട്ടുണ്ട്. അതൊരു ഇന്റർനാഷണൽ നോമിന്റെ ഭാഗമാണ്. ഇനി ഇന്റർനാഷണൽ നോമിന്റെ ഭാഗമാണെങ്കിലും അത് ഓരോ രാജ്യത്തെയും സെൻട്രൽ ബാങ്കുകളും കൂടെ ചേർന്നിട്ടാണ് അത് തീരുമാനിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് പോലും ഇൻഡിവിജ്വൽ ബാങ്കിന് അതിൻ്റെ അകത്ത് തീരുമാനിക്കാനൊന്നും പറ്റത്തില്ല. ഓക്കെ, ഇൻഡിവിജ്വൽ ബാങ്ക് അല്ല തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ 2 തെറ്റ്, സ്റ്റേറ്റ്മെന്റ് 1 ശരി. അപ്പം അങ്ങനെ വന്നിരിക്കുന്നത് ഓപ്ഷൻ A ആണ് ശരി, 1 only. Fifth one, consider the following statements. The Fiscal Responsibility and Budget Management Review Committee report has recommended a debt to GDP ratio of 60% for general government by 2023, comprising 40% for the central government and 20% for the state government. അതായത് വലിയ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിലും ഇതിൻ്റെ അകത്ത് കീറ്റം എന്ന് പറയുന്നത് ഡെപ്റ്റ് ടു GDP റേഷ്യോ 60% ആയിരിക്കണമെന്ന് FRBM റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് ശരിയാണ്. FRBM റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഡെപ്റ്റ് ടു GDP റേഷ്യോ 60% ആയിരിക്കണം എന്ന് 2023 ആകുമ്പോഴത്തേനും 60% ആയിരിക്കണം എന്ന് അവർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ 40% സെൻട്രൽ ഗവൺമെന്റിനും 20% സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഡെപ്റ്റ് ആയിരിക്കണം എന്ന് അവർ FRBM റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് കോവിഡ് ലോക്ക്ഡൌൺ ഒക്കെ വന്നതുകൊണ്ട് ഇപ്പോഴും നമുക്ക് ഒരു 80% ഒക്കെ ഡെപ്റ്റ് ടു GDP റേഷ്യോ വന്ന് നമുക്ക് 60% കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഓക്കെ, എനിവേ അവരങ്ങനെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ എന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തേത്, the central government has domestic liabilities of 21% of GDP as compared to that of 49% of GDP of the state governments. അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഡൊമസ്റ്റിക് ലയബിലിറ്റി അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഡെപ്റ്റ് എന്ന് പറയുന്നത് 21% ഓഫ് GDP ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? അല്ല, അതിനേക്കാളും ഒരുപാട് കൂടുതലാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഡൊമസ്റ്റിക് ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൂന്നാമത്തേത്, ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇറ്റ് ഇസ് മാൻഡേറ്ററി ഫോർ എ സ്റ്റേറ്റ് ടു ടേക്ക് the central government's consent for raising any loan if the former owes any outstanding liabilities to the later. അതായത് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന് സെൻട്രൽ ഗവൺമെന്റിന് അടച്ചു തീർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റി അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺ ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് ഗവൺമെന്റ് വീണ്ടും കൂടുതൽ ലോൺ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നതിന് മുൻപ് ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ കൺസെന്റ് വാങ്ങിയിരിക്കണം എന്നാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇപ്പം നിലവിൽ ഇപ്പം നമുക്ക് പത്രങ്ങളൊക്കെ കാണത്തില്ല, കേരളത്തിന്റെ കടമെടുപ്പ് പരിധി കുറച്ചു കൂട്ടി, അല്ലെങ്കിൽ ഇത്ര കോടി രൂപയും കൂടെ കടമെടുക്കാൻ അനുമതി കിട്ടിയെന്നൊക്കെ. എന്തിനങ്ങനെ സെൻട്രൽ ഗവൺമെന്റിന്റെ അനുമതി മേടിക്കേണ്ടി വരുന്നത്? കേരളം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് സെൻട്രലിന് മണി ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടച്ചു തീർക്കാനായിട്ട് ലോൺ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ലോൺ ഉള്ള സ്ഥിതിക്ക് നമുക്ക് പുതിയ മാർക്കറ്റിൽ നിന്ന് പുതിയ ലോൺ റേസ് ചെയ്യണമെങ്കിൽ അതിന് സെൻട്രൽ ഗവൺമെന്റിന്റെ കൺസെന്റ് വേണം. ഓക്കെ, അങ്ങനെ കൺസെന്റ് വേണം എന്നുള്ളത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്, അപ്പൊ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 1 ഉം 3 ആണ്. ആ ഓപ്ഷൻ സി. ഓക്കെ, അപ്പം 5th ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 6th one, consider the following items. Cereals grains halted. ഓക്കെ, രണ്ടാമത്തേത് ചിക്കൻ എഗ്സ് കുക്ക്ഡ്. മൂന്നാമത്തെ ഫിഷ് പ്രോസസ്ഡ് ആൻഡ് കാൻഡ്. നാലാമത്തേത് ന്യൂസ് പേപ്പർ കണ്ടെയ്നിങ് അഡ്വർടൈസിംഗ് മെറ്റീരിയൽസ്. ഇതിൽ വിച്ച് ഓഫ് ദ എബവ് ഐറ്റംസ് ഈസ് ഓർ ആർ എക്സംപ്റ്റഡ് അണ്ടർ GST. GSTയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഈ 4 ഐറ്റംസിൽ GSTയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഐറ്റം ഏതാണെന്ന്. സിറൽസ് ഉറപ്പായിട്ടും അതിന്റെ എന്താണ് റോ സിറൽസ് ആണ്. സിറൽസ് ഉറപ്പായിട്ടും GSTയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളതാണ്. ചിക്കൻ എഗ്സ് കുക്ക്ഡ്, അതിപ്പം ചിക്കൻ എഗ്സ് ഒഴിവാക്കിയിട്ടുള്ള നമുക്കറിയാം, അതൊരു ഫുഡ് ഐറ്റം ആയതുകൊണ്ട്. ഇനി കുക്ക്ഡ് തന്നിട്ടുള്ളത് കൊണ്ട് കൺഫ്യൂഷൻ അടിക്കേണ്ട, അതും ഒഴിവാക്കിയിട്ടുള്ളതാണ്. ഇപ്പം അതർ ദാൻ നമ്മൾ ഈ എന്താണ് റെസ്റ്റോറൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ
ഇത് ഈ ചിക്കൻ എഗ്സ് കുക്ക്ഡ് ആണെങ്കിലും GST നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഒരു എന്താണ് അതൊരു മറ്റൊരു ഡിഷായിട്ടാണ് നമുക്ക് കിട്ടുന്നില്ല. അതായത് ഇപ്പം ഇതൊരു കറി ആയിട്ടാണ് നമുക്ക് ചിക്കൻ എഗ്സ് കറി, അതായത് കുക്ക്ഡ് ആയിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ഓംലെറ്റ് ഉദ്ദേശിച്ചാൽ മതി. ഓക്കെ, ഒരു തട്ടുകടയിൽ നിന്ന് ഓംലെറ്റ് കൊടുത്താൽ നമുക്ക് GST ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ അതേസമയം നമ്മൾ ഒരു റെസ്റ്റോറന്റ് സർവീസ് നമ്മൾ അതാണ് നമ്മൾ വാങ്ങുന്നതെങ്കിലോ അവിടെ GST ഉണ്ടാകും. എന്ന് വെച്ചാൽ ആ റെസ്റ്റോറന്റ് സർവീസിനാണ് അവിടെ GST കൊടുക്കുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് GST ഒഴിവാണ്, കാരണം അത് റെസ്റ്റോറന്റ് സർവീസിൽ നിന്നും നമുക്ക് എടുത്ത് പറഞ്ഞിട്ടില്ല. മൂന്നാമത്തേത് ഫിഷ് പ്രോസസ്ഡ്. ഫിഷ് പ്രോസസ്ഡ് എന്ന് പറയാൻ പ്രോസസ്ഡ് ആയിട്ടുള്ളതായതുകൊണ്ട് തന്നെ അത് GST ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാലാമത്തേത് ന്യൂസ് പേപ്പർ കണ്ടെയ്നിങ് അഡ്വർടൈസിംഗ് മെറ്റീരിയൽ. ന്യൂസ് പേപ്പർ ഒഴിവാക്കിയിട്ടുണ്ട് നമുക്ക് കൂടുതൽ പേർക്ക് അറിയായിരിക്കും, പക്ഷെ അതിൻ്റെ അകത്ത് നമ്മളൊന്ന് കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് അഡ്വർടൈസിംഗ് മെറ്റീരിയൽ ഉള്ള ന്യൂസ് പേപ്പറിനെ ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം അഡ്വർടൈസിംഗ് മെറ്റീരിയൽ ഉള്ള ന്യൂസ് പേപ്പറിനെയും ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മൂന്നാമത്തേതൊഴികെ 1, 2, 4 ഐറ്റംസ് GSTയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളതാണ്. ഓക്കെ, 1, 2, 4 ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് 6th ക്വസ്റ്റ്യൻ ആൻസർ. 7th one, with reference to India's decision to levy an equalization tax of 6% on online advertisement services offered by non-resident entities, which of the following statement is or are correct? അതായത് ഇക്വലൈസേഷൻ ടാക്സിനെ കുറിച്ചാണ് ചോദ്യം. നമ്മൾ 2016 ഒരു ഇക്വലൈസേഷൻ ടാക്സ് ലെവി ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഓക്കെ, ഈക്വലൈസേഷൻ ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഈ ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് ഫിസിക്കൽ പ്രസൻസ് ഇല്ലാത്ത, അതായത് നോൺ റെസിഡന്റ് ആയിട്ടുള്ള എൻറ്റിറ്റീസിന്റെ സർവീസിന് വേണ്ടിയിട്ട്, അതായത് ഓൺലൈൻ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഗൂഗിള് അങ്ങനെയുള്ള എൻറ്റിറ്റീസിന് നമ്മുടെ രാജ്യത്ത് ഫിസിക്കൽ പ്രസൻസ് ഉണ്ടാവില്ല. അവരുടെ ഫാക്ടറിയോ അല്ലെങ്കിൽ അവരുടെ വലിയ ഓഫീസുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പം നമ്മുടെ രാജ്യത്തെ ഫിസിക്കൽ പ്രസൻസ് മെയിൻറ്റെയിൻ ചെയ്യാത്ത ഓൺലൈൻ കമ്പനികളുടെ ഓൺലൈൻ സർവീസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓൺലൈൻ കമ്പനികളുടെ അഡ്വർടൈസിങ് വരുമാനത്തെ, അതായത് അവരുടെ പരസ്യ വരുമാനത്തിന് മേൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചുമത്തുന്ന ടാക്സിനാണ് നമ്മൾ ഇക്വലൈസേഷൻ ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഈ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇക്വലൈസേഷൻ ടാക്സ് ഓൺ ഓൺലൈൻ അഡ്വർടൈസ്മെന്റ് സർവീസസ് ഓഫേർഡ് ബൈ നോൺ റെസിഡന്റ് എന്റിറ്റീസ്. നോൺ റെസിഡന്റ് എന്റിറ്റീസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അതായത് നമ്മുടെ രാജ്യത്ത് ഫിസിക്കൽ പ്രസൻസ് ഒന്നുമില്ല. അപ്പൊ ഫേസ്ബുക്കിന്റെ ഒക്കെ പ്രധാനപ്പെട്ട ഓഫീസുകളും അവരുടെ എംപ്ലോയീസും എല്ലാം എന്താണ്, അത് US-ലാണുള്ളത്. ഓക്കെ, നമ്മുടെ രാജ്യത്തെ ഫിസിക്കൽ പ്രസൻസ് മെയിൻറ്റെയിൻ ചെയ്യാത്ത നമ്മുടെ രാജ്യത്ത് നിന്ന് ഉള്ള പരസ്യങ്ങളിൽ നിന്ന് വരുമാനം നേടുകയും, പക്ഷെ അവരുടെ ഓഫീസും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എംപ്ലോയ്മെന്റ് എല്ലാം നടത്തുന്നത് മറ്റൊരു രാജ്യത്തുമാണെങ്കിൽ അത് നമ്മുടെ രാജ്യത്തു നിന്നുള്ള ഒരു ഇൻകം ഡ്രെയിൻ അല്ല ഉണ്ടാകുന്നത്. അപ്പൊ ആ ഇൻകത്തിന് നമ്മൾ ഒന്ന് ഇക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ മേൽ നമ്മൾ ഒരു 6% ടാക്സ് ചുമത്തുന്നുണ്ട്. അതിനാണ് നമ്മൾ ഇക്വലൈസേഷൻ ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് പാർട്ട് ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട് എന്ന് പറയുന്നത് തെറ്റാണ്. ഇതൊരു ഫിനാൻസ് ആക്ടിന്റെ ഭാഗമായിട്ടാണ് വന്നത്. ഫിനാൻസ് ആക്ടിന്റെ ഭാഗമാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റ്. രണ്ടാമത്തേത് നോൺ റെസിഡന്റ് എന്റിറ്റീസ് ദാറ്റ് ഓഫർ അഡ്വർടൈസ്മെന്റ് സർവീസസ് ഇൻ ഇന്ത്യ can claim a tax credit in their home country under the double taxation avoidance agreement. അതായത് നമുക്ക് ഒരു സർവീസിന് അതിന് ഇന്ത്യയിൽ ഞങ്ങൾ ടാക്സ് അടച്ചതാണ് എന്ന് പറഞ്ഞിട്ട്, ഇപ്പം US-ൽ നിന്ന് വരുന്ന ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ കമ്പനിയാണെങ്കിൽ അപ്പം ഇന്ത്യയിൽ ഞങ്ങൾ ഈ ഇൻകത്തിന് ഇന്ത്യയിൽ ടാക്സ് അടച്ചതാണെന്ന് പറഞ്ഞിട്ട് ഈ DTAA എഗ്രിമെന്റ് പ്രകാരം അവർക്ക് US-ൽ ടാക്സ് എക്സംഷൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ചോദ്യം. ഓക്കെ, അവർക്ക് കിട്ടുന്നില്ല. ഇന്ത്യയുടെ ടാക്സ് ഈ ഈക്വലൈസേഷൻ ടാക്സ് അടച്ചത് വഴി അവർക്ക് US-ൽ അവർക്ക് യാതൊരുവിധ ടാക്സ് എക്സംഷനും കിട്ടുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. നെയ്തർ 1 nor 2. 8th one, despite being a high saving economy, capital formation may not result in significant increase in output due to എന്ത് കാരണം കൊണ്ടാണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യം എന്ന് പറയുന്ന ഒരു ഹൈ സേവിങ് എക്കോണമിയാണ്, എന്നിട്ടും ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ടാവുന്നില്ല. അതിന്റെ കാരണം ഡ്യൂ ടു വാട്ട്? ഡ്യൂ ടു എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ ക്യാപിറ്റൽ ഫോർമേഷൻ കുറഞ്ഞു പോകുന്നതിന്റെ കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ വീക്ക് അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി എത്ര വീക്ക് ആണോ? അല്ല, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ നമുക്കുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്. ഇല്ലിറ്ററസിയും
ക്യാപിറ്റൽ ഫോർമേഷനും ഒക്കെ ആയിട്ട് നമുക്ക് ഡയറക്റ്റ് റിലേഷൻ ഒക്കെ പറയാൻ വലിയ പാടാണ്. ഓപ്ഷൻ ബി തെറ്റാണ്. ഓപ്ഷൻ സി ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി. ഇപ്പോൾ ഹൈ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ വേണം നമുക്ക് അൺഎംപ്ലോയ്മെന്റ് ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്യാം, അല്ലാതെ ക്യാപിറ്റൽ ഫോർമേഷൻ ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് വലിയ പാടാണ്. ഓക്കെ, ഇനിയിപ്പം എന്താണ് ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു ഫാക്ടറി സ്ഥാപിക്കാനായിട്ട് എന്താണ് ലാൻഡിന്റെ അവൈലബിലിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇൻഡയറക്ട്ലി വേണമെങ്കിൽ ശരിയാണെന്ന് പറയാം, പക്ഷെ അത്ര ശരിയായിട്ടുള്ള ഓപ്ഷൻ അല്ല ഇത്. ഓപ്ഷൻ സിയും തെറ്റാണ്. ഓപ്ഷൻ ഡി ഹൈ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. ഇത് ശരിയാണ്. എന്താണ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറയുന്നത്? എന്താണ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറയുന്നത്? എന്താണ് അത്? നമുക്ക് ഒരു യൂണിറ്റ് ഔട്ട്പുട്ട് കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര ക്യാപിറ്റൽ ആവശ്യം വരുന്നു എന്നതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് ഇന്ത്യയിലെ ഒക്കെ കണക്കനുസരിച്ച് ഏകദേശം 5-നും 4-നും ഇടയ്ക്കാണ്. അതായത് നമുക്ക് ഒരു പുതിയ യൂണിറ്റ് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 4 മുതൽ 5 വരെ യൂണിറ്റ് ക്യാപിറ്റൽ ആവശ്യമുണ്ട്. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാവും, ഇപ്പം എന്താണ് ഒരു യൂണിറ്റ് 1 രൂപ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 4 അല്ലെങ്കിൽ 5 രൂപ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റർക്ക് എങ്ങനെയാണ് അതിന്റെ ഒരു ലാഭം കിട്ടുക എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഓക്കെ, അതിൻ്റെ അകത്ത് കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം 1 രൂപ ഇത് ഒരേ യൂണിറ്റിൽ നമ്മൾ പറയുമ്പോഴാണ്. ഓക്കെ, ഈ 1 രൂപ വിലയുള്ള സാധനത്തിന് ഈ പ്രൊഡ്യൂസർ വിൽക്കുന്നത് ചിലപ്പം 1000 രൂപയ്ക്കാണെങ്കിലോ. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് ഈ 1 രൂപ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ യൂണിറ്റിൽ പറയുമ്പോഴാണ്. അദ്ദേഹം പക്ഷെ വിൽക്കുന്നത് 1000 രൂപയ്ക്കാണെങ്കിൽ അദ്ദേഹത്തിന് ബാക്കി കിട്ടുന്ന ലാഭമല്ലേ. അങ്ങനെ ഈ ഔട്ട്പുട്ടിന്റെ പ്രൈസ് അദ്ദേഹത്തിന് കൂട്ടാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ചിപ്പ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ സെമി കണ്ടക്ടർ ആ സംഗതികൾക്കൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെങ്കിൽ ഭയങ്കര ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ആണ്, വളരെ കൂടുതലാണ്. ഓക്കെ, പക്ഷെ അവർക്ക് വിൽക്കാൻ ഹൈ റേറ്റിൽ അവർക്ക് വിൽക്കാൻ പറ്റുന്നത് കൊണ്ട് അത്തരത്തിലുള്ള ഇൻഡസ്ട്രികളൊന്നും ഒരിക്കലും നഷ്ടത്തിൽ പോകുന്നില്ല. എന്താണ് ഹൈ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ആയിട്ടും അത്തരത്തിലുള്ള ഇൻഡസ്ട്രികളൊന്നും നഷ്ടത്തിൽ പോകുന്നില്ല. അല്ലെങ്കിൽ ഇപ്പം വേറൊരു എന്താണ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ വളരെ കൂടുതലുള്ള ഒരു വേറെ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ നമ്മുടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റുകൾ. ഓക്കെ, ഇപ്പൊ നമ്മളൊരു റോഡ് പണിയണമെങ്കിൽ എന്താണ് ഒരുപാട് കോടി രൂപ വേണം. ഓക്കെ, അതേസമയം നമുക്ക് അതിൻ്റെ അകത്ത് ടോള് പിരിച്ചെടുക്കണമെങ്കിലോ അത് വളരെ മിനിമലായിട്ട് നമുക്ക് അതിനകത്ത് ടോള് ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു 10 വർഷത്തെ അല്ലെങ്കിൽ 1 വർഷത്തേക്ക് ടോള് നമുക്ക് കൂട്ടിയാൽ പോലും അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുകയുടെ ഒരു 1%, 10% പോലും ആകുന്നില്ല. ഓക്കെ, പക്ഷെ അത് കാലാകാലങ്ങളോളം നമുക്ക് പിരിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ പിരിച്ചെടുക്കുമ്പോഴത്തേനും എന്ത് ചെയ്യും, അത് ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 15 വർഷമൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്കത് പ്രോഫിറ്റിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ അവിടെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ വളരെ കൂടുതലായിട്ടും അത് നഷ്ടത്തിൽ പോകായിരുന്നത് നമുക്ക് അത് കൂടുതൽ നാളത്തേക്ക് അത് ഉപയോഗിക്കാനായിട്ട് പറ്റി. അല്ലെങ്കിൽ രണ്ടാമത്തെ കാരണം ഇപ്പം സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയുടെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ കൂടുതൽ വിലയ്ക്ക് നമുക്കത് വിൽക്കാനായിട്ട് പറ്റി. ഓക്കെ, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഇപ്പൊ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കൂടുതലാണെങ്കിൽ പോലും എന്താണ് പ്രൊഡ്യൂസർക്ക് അത് നഷ്ടത്തിൽ വരണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, പക്ഷെ അദ്ദേഹത്തിന് ഈ വില കൂട്ടി വിൽക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഔട്ട്പുട്ടാണ് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഹൈ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ വരുമ്പോഴത്തേന് പ്രൊഡ്യൂസർക്ക് നഷ്ടം വരും. ഓക്കെ, ഇനി ഈ ഹൈ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ക്യാപിറ്റൽ വേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്യാപിറ്റലിന്റെ പ്രൊഡക്ടിവിറ്റി അവിടെ കുറവാണ്. ഓക്കെ, ക്യാപിറ്റലിന്റെ പ്രൊഡക്ടിവിറ്റി കുറവാണ് എന്ന പോയിന്റാണ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് പിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ക്യാപിറ്റൽ ഫോർമേഷൻ കുറവായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പം 8ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി. 9th one, consider the following statements. ഒന്നാമത്തേത്, the Reserve Bank of India manages and services Government of India securities but not any state government securities. അതായത് RBI ആണ് സെൻട്രൽ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസ് മാനേജ് ചെയ്യുന്നത്. പക്ഷെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസ് RBI അല്ല മാനേജ് ചെയ്യുന്നതെന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇത് തെറ്റാണ്. കാരണം എന്താ, ഓരോ സ്റ്റേറ്റിനും പ്രത്യേകിച്ച് പിന്നെ സെൻട്രൽ ബാങ്ക് ഉണ്ടോ അവരുടെ സെക്യൂരിറ്റീസ് മാനേജ് ചെയ്യാൻ? ഇല്ല. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെയും സെക്യൂരിറ്റീസ് മാനേജ് ചെയ്യുന്ന ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ട്രഷറി ബിൽസ് ആർ ഇഷ്യൂഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ദർ ആർ നോ ട്രഷറി ബിൽസ് ഇഷ്യൂഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. അതായത് ട്രഷറി ബില്ലുകൾ ഇഷ്യൂ ചെയ്യാൻ ഓതറൈസ്ഡ് ആയിട്ടുള്ളത് അത് സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മാത്രമാണ്. സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള അധികാരമില്ല എന്നാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അത് ശരിയാണ്. സെൻട്രൽ ഗവൺമെന്റിന് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് മാത്രമേ ട്രഷറി ബില്ലുകൾ ഇഷ്യൂ ചെയ്യാനായിട്ട് അധികാരമുള്ളൂ. ഓക്കെ,
ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ട്രഷറി ബിൽസ് ഓഫൺ ആർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ഫ്രം ദ പാർ വാല്യൂ. ഓക്കെ, ട്രഷറി ബില്ലുകൾ അതിന്റെ പാർ വാല്യൂയിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്താണ് പലപ്പോഴും ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, എന്താണ് ഈ പാർ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്? അല്ലെങ്കിൽ മറ്റൊരു പേരാണ് എന്ത്, ഫേസ് വാല്യൂ എന്ന് പറയും. ഓക്കെ, അപ്പം ഇപ്പൊ ഒരു ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 രൂപയുടെ, സപ്പോസ് 100 രൂപയുടെ ട്രഷറി ബില്ലാണെങ്കിൽ ഗവൺമെന്റിന് നമ്മളത് ഇപ്പം 95 രൂപ കൊടുത്ത് നമുക്ക് ആ ട്രഷറി ബില്ല് പർച്ചേസ് ചെയ്യാനായിട്ട് വരും. ഓക്കെ, ഇപ്പം ട്രഷറി ബില്ലിന്റെ കാലാവധി കഴിയുമ്പോൾ, അതായത് ഇപ്പം 3 മാസം കഴിയുമ്പോഴത്തേനും ഗവൺമെന്റ് നമുക്ക് 100 രൂപ തിരിച്ചു തരും. ഓക്കെ, ഇതിന്റെ ഇടയ്ക്ക് വന്നിരിക്കുന്ന ഈ ഡിസ്കൗണ്ട് റേറ്റ് ആണ് ഇത് ട്രഷറി ബില്ല് പർച്ചേസ് ചെയ്ത ആളുടെ ലാഭം എന്ന് പറയുന്നത്. അതിനാണ് നമ്മളിവിടെ ഈ ഡിസ്കൗണ്ട് ചെയ്ത് ഈ പാർ വാല്യൂ നിന്ന് ഡിസ്കൗണ്ട് ചെയ്താണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡിസ്കൗണ്ട് ആണ് ഇത് പർച്ചേസ് ആളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ 9th ക്വസ്റ്റിന്റെ ആൻസർ എന്നത് 2 and 3 ശരിയാണ്. അങ്ങനെ വരുന്നത് ഓക്കെ, ഓപ്ഷൻ സി ആണ്. 2 and 3 ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if a commodity is provided free to the public by the government, then ഓപ്ഷൻ എ, the opportunity cost is 0. അതായത് ഒരു കമ്മോഡിറ്റി ഗവൺമെന്റ് പബ്ലിക്കിന് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന് എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചാണ് ചോദ്യം, 10ാമത്തെ ചോദ്യം. ഓക്കെ, ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞത് നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോർഗോൺ എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇരുന്ന് ഈ വീഡിയോ കണ്ട് പഠിക്കുകയാണ്. ഓക്കെ, ഈ സമയത്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ഓക്കെ, പുറത്ത് കളിക്കാൻ പോവുകയോ കൂട്ടുകാരോട് പോവുകയൊക്കെ ചെയ്യാമായിരുന്നു. അപ്പം അതിലൂടെ കിട്ടാമായിരുന്ന ഒരു ലേഷർ അല്ലെങ്കിൽ പ്ലഷറിനെ നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇപ്പൊ ഇരുന്ന് നിങ്ങളുടെ ഒരു അക്കാഡമിക് കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്യുന്ന ഈ വീഡിയോ കണ്ട് ഈ പഠിക്കുന്ന പ്രവൃത്തിയുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് നിങ്ങൾ വേണ്ടെന്ന് വെച്ച ആ ലേഷർ അല്ലെങ്കിൽ പ്ലഷർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൈം ആണ്, പക്ഷേ ഈ ചോദ്യത്തിൽ അവരത് കുറച്ച് ടെസ്റ്റ് ചെയ്താണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഗവൺമെന്റ് ഒരു ഫ്രീ ആയിട്ട് എന്തെങ്കിലും കമ്മോഡിറ്റി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന് ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്ന പ്രകാരം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് 0 എന്ന് പറഞ്ഞത് ശരിയാണോ? ഇല്ല, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് 0 ആവത്തില്ല. ഓപ്ഷൻ ബി, ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ഇഗ്നോർഡ്. ഇഗ്നോർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇത് പബ്ലിക് മണിയാണ്. അപ്പൊ പബ്ലിക്കിന്റെ മണി ആയതുകൊണ്ട് തന്നെ ഓരോ പിന്നെയും അക്കൗണ്ടഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇഗ്നോർ ചെയ്യാനായിട്ട് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന് ഇഗ്നോർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓപ്ഷൻ സി, the opportunity cost is transferred from the consumers of the product to the tax paying public. ഈ ഓപ്ഷൻ ശരിയാണ്. അതെങ്ങനെ ശരിയാവുന്നത്? അതിനുമുമ്പ് ഈ ഓപ്ഷൻ ശരിക്കും എന്താ പറയുന്നത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ കൺസ്യൂമേഴ്സ് ഓഫ് ദ പ്രൊഡക്റ്റ് ടു ദ ടാക്സ് പേയിങ് പബ്ലിക്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അത് കൺസ്യൂം ചെയ്യുന്ന കൺസ്യൂം ചെയ്യുന്ന ആളുകളിൽ നിന്ന് ടാക്സ് പേ ചെയ്യുന്ന ആളുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് ഈ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിയാണ്. ഇതെങ്ങനെയാണ് ശരിയെന്ന് ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് ഇപ്പം ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു കമ്മോഡിറ്റി അല്ലെങ്കിൽ സർവീസ്, ഇപ്പം എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹെൽത്ത്, ഇപ്പം നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികൾ, ഗവൺമെന്റ് സ്കൂളുകളൊക്കെ, അങ്ങനെയുള്ള സർവീസുകളൊക്കെ എന്താണ് ഗവൺമെന്റ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു 100 CR മാറ്റിവെച്ചു. ഓക്കെ, ഈ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ 100 CRന്റെ സർവീസ് ഗവൺമെന്റ് പബ്ലിക്കിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, ഈ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിന്റെ ഓക്കെ, അപ്പൊ ഈ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ്? ഈ 100 CR വേറെ എവിടെയെങ്കിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടേണ്ടിയിരുന്ന ഒരു എമൗണ്ട് ആണ് ഇവിടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഫ്രീ സർവീസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ സപ്പോസ് ഇവിടെ ഒരു ഡിഫൻസിന്റെ വേറെ ഏതെങ്കിലും ഒരു സെക്ടറിൽ, അല്ലെങ്കിൽ ഡിഫൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എംപ്ലോയ്മെന്റ് ജനറേഷൻ സ്കീം, അങ്ങനെ എന്തെങ്കിലും പലതരത്തിലുള്ള ഏതെങ്കിലും ഒരു സ്കീമിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടാമായിരുന്ന ഒരു 100 CR ആണിത്. ഓക്കെ, ഇപ്പം ഒരു ഉദാഹരണത്തിന് ഇപ്പം ഡിഫൻസിന് 1000 കോടി രൂപയുടെ ബഡ്ജറ്റാണ് നീക്കി വെച്ചിരുന്നത്. ഇവിടെ 100 CR എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഫ്രീ സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റിയപ്പോഴത്തേനും ഡിഫൻസിന് എന്തേ ഉള്ളൂ? 900 എമൗണ്ട് വരുന്നുള്ളൂ. ഓക്കെ, പക്ഷെ എന്ത് ചെയ്യണം? ഈ ഡിഫൻസിന് വേണ്ടിയിട്ട് 1000 കോടിയുടെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടെന്ന് വെച്ചാൽ ഈ 100 CR എന്ത് ചെയ്യണം?
ഈ 100 CR ടാക്സ് പേയേഴ്സിന്റെ കയ്യിൽ നിന്ന് വീണ്ടും ഈടാക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ ഈ 100 CR ഉണ്ടല്ലോ, സോറി വേണ്ടെന്ന് വെച്ചാൽ മറ്റൊരു ഫ്രീ സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് വക മാറ്റിയ ഈ 100 CR ഉണ്ടല്ലോ, ഒരു ഫ്രീ സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ 100 CR എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, പിന്നീട് ടാക്സ് അടയ്ക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പിന്നീടാണെങ്കിലും അത് ഈടാക്കപ്പെടുന്നുണ്ട്. അതായത് ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ ഇവിടെ വേണ്ടെന്ന് വെച്ചാൽ ഈ ഡിഫൻസിന്റെ ആ സർവീസ്, ഡിഫൻസിന്റെ സർവീസ് പിന്നീടാണെങ്കിലും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. ആരിലേക്ക്? ടാക്സ് അടയ്ക്കേണ്ട ആളുകളുടെ നിന്ന് കൂടുതൽ മണി ടാക്സ് പിരിച്ചുകൊണ്ട് ഈ 900 എന്ന് പറയുന്ന എമൗണ്ട് 1000 എമൗണ്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. ഓക്കെ, കാരണം എന്താ, ആക്ച്വലി ഡിഫൻസിൽ അവിടെ 1000ന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്കിവിടെ ഇവിടെ ഒരു ഫ്രീ സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 100 CR മാറ്റി അവിടെ 900ലേക്ക് എത്തിച്ചത്. ഓക്കെ, പക്ഷെ ആ ആക്ച്വലി ആവശ്യമുള്ള എമൗണ്ടിലേക്ക് ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന്റെ ആക്ച്വൽ ബർഡൻ വരുന്നത് ആരുടെ അടുത്തേക്കാണ്? അത് ടാക്സ് പേ ചെയ്യുന്ന ആളുകളുടെ അടുത്തേക്കാണ്. ഓക്കെ, അങ്ങനെയാണ് ഈ മൂന്നാമത്തെ ഓപ്ഷൻ ശരിയാവുന്നത്. ഈ ഓപ്ഷൻ ഡി എങ്ങനെ തെറ്റാവുന്നത്? ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ കൺസ്യൂമേഴ്സ് ഓഫ് ദ പ്രോഡക്ട്സ് ടു ദ ഗവൺമെന്റ്. ഓക്കെ, ഈ കൺസ്യൂമറിന്റെ അടുത്ത് നിന്ന് ഗവൺമെന്റിന്റെ അടുത്തേക്കാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതെന്നാണ് പറയുന്നത്. അതും ശരിയാണ്. എങ്ങനെയാണ് ശരിയാവുന്നത്? ഈ എന്താണ്, ഇപ്പം ഇവിടെ ഡിഫൻസിൽ നിന്ന് എടുത്ത് നമുക്ക് എഡ്യൂക്കേഷനിലേക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 100 crore നമുക്ക് വക മാറ്റി. ഓക്കെ, അത് ആക്ച്വലി ഇപ്പം അന്നേരത്തേനും ഡിഫൻസിൽ അവിടെ 100 CRന്റെ അധികം ഡിമാൻഡ് വരുന്നുണ്ട്. ഓക്കെ, ആ വരുന്നത് ആരുടെ അടുത്തേക്ക് ആദ്യം വരുന്നത്? അത് ഗവൺമെന്റിന്റെ അടുത്തേക്കാണ് വരുന്നത്. ഓക്കെ, ഈ ഗവൺമെന്റിന്റെ അടുത്തേക്കാണ് ആദ്യം വരുന്നത്. അവിടെ കൊണ്ട് നിൽക്കുമായിരുന്നെങ്കിൽ ഓപ്ഷൻ ഡി ശരിയായനെ. പക്ഷെ ഗവൺമെന്റ് ഇത് എങ്ങനെ ഇത് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത്? അത് ടാക്സ് പെയറിന്റെ അടുത്തുനിന്ന് കൂടുതൽ ടാക്സ് മേടിച്ചിട്ടാണ് ഗവൺമെന്റ് അത് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് അൾട്ടിമേറ്റ്ലി എവിടെ എത്തുന്നു എന്നുള്ളത് ടാക്സ് പെയറിന്റെ കയ്യിലേക്കാണ് ഇതിന്റെ ബേർഡൻ അൾട്ടിമേറ്റ്ലി എത്തുന്നത്. ഓക്കെ, അപ്പം ഓപ്ഷൻ സി ആണ് കൂടുതൽ ശരിയായിട്ട് വരുന്നത്. ഇത് ഇവിടം കൊണ്ട് നിൽക്കുകയായിരുന്നെങ്കിൽ ഗവൺമെന്റിന്റെ അടുത്ത് വരെ മാത്രമേ വരുന്നുണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഓപ്ഷൻ ഡി ശരിയായേനെ. ഇപ്പം ഓപ്ഷൻ സി തരാതെ ഓപ്ഷൻ ഡി മാത്രം തരുമായിരുന്നെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഡി പിക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ കൂടുതൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. റൈറ്റ്. അപ്പോൾ 2018 കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉള്ളതാണ് നമുക്ക് 2 പാർട്ടായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഈ 10 ക്വസ്റ്റ്യൻസ് നമുക്ക് നിർത്താം. അപ്പം ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോ കാണും. അപ്പോൾ ക്ലാസ്സുകൾ പാരലായിട്ട് റൺ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. ക്ലാസ്സുകൾ കൂടാൻ താല്പര്യമുള്ളവർ ഓഫീസിൽ ബന്ധപ്പെട്ടാൽ മതിയാവും. അപ്പം ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോ കാണാം.